ഹായ് ഫ്രണ്ട്സ്, കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ ഇട്ടായിരുന്നു. സോണിയുടെ ഒരു ബ്ലൂറേ പ്ലെയർ ഈ 3200 എന്ന് പറഞ്ഞ് അതിൻ്റെ ഫങ്ഷൻ പ്രശ്നമൊക്കെയാണെന്നൊക്കെ പറഞ്ഞ് ആ സെറ്റ് അതിൻ്റെ ബാക്കി പരിപാടി ചെയ്യുന്ന വീഡിയോ ആണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. അതുകൂടാതെ അപ്പോൾ തന്നെ വേറൊരു സെറ്റ് കൂടെ വന്നു, ആ സെയിം മോഡൽ തന്നെ. അതിൻ്റെ കംപ്ലൈൻ്റ് എന്ന് പറഞ്ഞാൽ ഓണാകുന്നില്ല, ഡിസ്പ്ലേ വരുന്നില്ല. അപ്പം ഞാനത് നോക്കിയപ്പം ശരിക്കും അതിൻ്റെ ഫാനൊക്കെ കറങ്ങുന്നുണ്ട്, സപ്ലൈ എല്ലാം അവിടെ ഉണ്ട്, പവർ സപ്ലൈയുടെ അല്ല. അപ്പം ഞാൻ തപ്പി ഇതിപ്പോൾ വേറൊരു സെറ്റ് ഉള്ളതുകൊണ്ട് നമുക്ക് വോൾട്ടേജൊക്കെ നോക്കാൻ വളരെ സൗകര്യമാണല്ലോ, ലൈവായിട്ട് നോക്കാമല്ലോ. അങ്ങനെ നോക്കി ഇത് മദർ ബോർഡിലാണ് കംപ്ലൈൻ്റ് എന്ന് ഞാൻ കണ്ടുപിടിച്ചു. മദർ ബോർഡിൽ എന്താണ് സംഭവിച്ചതെന്നുള്ളത് നമുക്ക് ഈ വീഡിയോയിലൂടെ കാണിച്ചു തരാം. രണ്ട് സെറ്റും റെഡിയാകുന്ന വീഡിയോ ആണ് ഇപ്പോൾ ഇടാൻ പോകുന്നത്. എല്ലാം വളരെ ക്രിസ്റ്റൽ ക്ലിയറായിട്ട് കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ ചാനലിന് തരുന്ന സപ്പോർട്ടുകൾക്കെല്ലാം വളരെയധികം നന്ദി. നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെടുമ്പോഴൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് സർവീസിലേക്ക് കിടക്കാം. ഇതാണ് നമ്മൾ രണ്ടാമത്തെ സെറ്റ്. ഡിസ്പ്ലേ വരുന്നില്ല. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം സ്വിച്ചെല്ലാം കൂടെ അഴിച്ചു വെച്ചിരുന്ന സെറ്റിൻ്റെ ഫ്രണ്ട് പാനൽ അത് വർക്കിംഗ് ആയിരുന്നല്ലോ. ആ ഫ്രണ്ട് പാനലെടുത്ത് ഇതേ കണക്ട് ചെയ്ത് കഴിഞ്ഞപ്പം ശരിക്കും ലൈറ്റ് ഡിസ്പ്ലേ എന്നിട്ടും തെളിയുന്നില്ല. അപ്പോൾ ഡിസ്പ്ലേയുടെ പ്രശ്നമല്ലെന്നുള്ളൊരു അനുമാനത്തിലേക്ക് ഞാൻ എത്തി. കാരണം സാധാരണഗതിയിൽ ഡിസ്പ്ലേയിൽ ഈ സെറ്റിൻ്റെ ഡിസ്പ്ലേയുടെ ബോർഡിൽ സെപ്പറേറ്റ് ഒന്നും ഐസികളൊന്നും ഇല്ല. ഡയറക്റ്റ് ആ മദർ ബോർഡിൽ തന്നെയാണ് അതിൻ്റെ കൺട്രോളിങ്ങും കാര്യങ്ങളുമൊക്കെ നടക്കുന്നത്. അതുകൊണ്ട് അങ്ങനെ ആണെന്ന് ഞാൻ മനസ്സിലാക്കി. അപ്പം ഞാനതിൻ്റെ നോക്കിയപ്പോൾ ഫാൻ കറങ്ങുന്നുണ്ട്, അതിൻ്റെ ഓണാകുന്നുണ്ട്, ഡിസ്പ്ലേ ഇല്ലെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ റിമോട്ട് മറ്റേ സെറ്റിൻ്റെ ഇരുന്നുകൊണ്ട് ആ റിമോട്ട് വെച്ച് ഇതാണ്ട് ഇജക്റ്റൊക്കെ ആകുന്നുണ്ട്, CD എടുക്കുന്നുണ്ട്. അപ്പം പാട്ടും പാടുന്നുണ്ട്. പാട്ട് കൊടുത്ത് കഴിയുമ്പോൾ ഞാൻ പാട്ട് കേൾപ്പിക്കുന്നില്ല. കഴിഞ്ഞ ദിവസമൊക്കെ പാട്ട് കേൾപ്പിച്ച് കോപ്പിറൈറ്റ് അടിച്ച് പിന്നെ റെൻഡറിങ്ങും അപ്ലോഡിങ്ങും ഒക്കെ ഒത്തിരി ചെയ്യേണ്ടി വന്നു. അതുകൊണ്ട് പാട്ട് കേൾപ്പിച്ച് ഞാൻ നിർത്തി. ഇനിയിപ്പോൾ വേറെ പാട്ട് വല്ലതും വേണം കേൾപ്പിക്കാം. അതായത് ഇത് ഇടുന്ന ഒരു ചെറിയ തുണ്ട് കഷ്ണം ഇട്ടാൽ പോലും ചിലപ്പം അവർ കോപ്പിറൈറ്റ് ക്ലെയിമുള്ള മ്യൂസിക് ആണെങ്കിൽ അന്നേരം കയറി അടിച്ചു കളയും. നമ്മളിപ്പോൾ ഒത്തിരി 10, 45, 50 മിനിറ്റുള്ള വീഡിയോസൊക്കെ ചെയ്തിട്ട് അങ്ങനെ അടിക്കുമ്പോൾ നമുക്ക് എന്തൊരു ബുദ്ധിമുട്ടാണെന്നറിയോ. നമുക്ക് പിന്നെ അത് റെൻഡർ ചെയ്ത് വീണ്ടും റെൻഡർ ചെയ്യണം, എന്നിട്ട് വീണ്ടും അപ്ലോഡ് ചെയ്യണം, അങ്ങനെയൊക്കെ നോക്കണം. അതുകൊണ്ട് അത് അങ്ങോട്ട് ആ ഓഡിയോ ഉണ്ടാകുന്ന ആ പ്രശ്നം ഞാനങ്ങ് മാറ്റാൻ പിന്നെ ഒരു സെക്കൻഡൊക്കെ കേൾപ്പിക്കാൻ തോന്നും, എന്നാലും ഒന്നും പറയാൻ പറ്റത്തില്ല. അപ്പോൾ ഇത് ഡിസ്പ്ലേയുടെ അല്ല എന്ന് മനസ്സിലായി. അപ്പോൾ ഡിസ്പ്ലേയുടെ വോൾട്ടേജും കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് ചെക്ക് ചെയ്യുവാണ്. അപ്പോൾ നമ്മൾ ചാടിക്കയറി ഒന്നും വലിച്ചു പറിച്ചിട്ട് കാര്യമില്ല. ആദ്യം എന്താണെന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണമല്ലോ. അപ്പോൾ ഞാൻ ആ ബോർഡിലെ ആ ഓരോ വോൾട്ടേജ് വരുന്നതെല്ലാം ഞാൻ വിശദമായിട്ട് നോക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഒരാൾ ഞാൻ ഈ ബോർഡിൽ ഇങ്ങനെ സൂക്ഷ്മമായിട്ട് നോക്കുന്നത് കണ്ടിട്ട് ഒരാൾ എന്നോടൊരു തമാശയായിട്ടാണോ കാര്യമായിട്ടാണോ എന്നറിയത്തില്ല, ചേട്ടൻ മണം പിടിച്ചാണോ നന്നാക്കുന്നതെന്ന് ചോദിച്ചു. എനിക്ക് ശരിക്കും അതിനെക്കുറിച്ച് എനിക്ക് പറയാനുണ്ട് ഒരു വാക്ക്. നമ്മളൊരു സാധനം കഴിക്കുമ്പോൾ നമ്മൾ പല കാര്യങ്ങൾ പിടിക്കും. ഒന്ന് നമ്മൾ കാഴ്ചയിലൂടെ നമുക്ക് കംപ്ലൈൻറ്റ് കണ്ടെത്താൻ പറ്റും. പിന്നെ നമ്മൾ മണം ഒരു നിർണായക ഘടകമാണ്. എന്തെങ്കിലും ഇലക്ട്രോണിക്സിലും മണം ഭയങ്കരമാണ്. നമ്മളിപ്പോൾ ഒരു IC ഒക്കെ ഇട്ടിട്ടോ പവർ സപ്ലൈ ഒക്കെ ഇട്ടിട്ട് നമ്മൾ ഓണാക്കുമ്പോൾ മണം നമ്മൾ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കുക. എവിടെയെങ്കിലും ചൂടാകുന്നുണ്ടെങ്കിൽ അന്നേരം നമുക്ക് മണം വരും, എവിടെയെങ്കിലും പുകയുന്നുണ്ടെങ്കിൽ നമുക്ക് മണം വരും. പിന്നെ ശബ്ദം, ചെവി, പിന്നെ സ്പർശനം, ചൂട്, ഹീറ്റ്. അപ്പോൾ നമുക്ക് മിക്കവാറും പഞ്ചേന്ദ്രിയങ്ങളെല്ലാം നല്ല രീതിയിൽ കൂർമ്പിച്ച് വെച്ച് ഒരു ശബ്ദമില്ലാതെ വേണം ശരിക്കും ഒരു ടെക്നീഷ്യൻ അങ്ങനെ ആയിരിക്കണം. അതായത് നമുക്ക് കാഴ്ചയിലൂടെ, കേൾവിയിലൂടെ, സ്പർശനത്തിലൂടെ, മണത്തിലൂടെ, സ്മെല്ലിലൂടെ നമുക്ക് സർവീസ് കണ്ടെത്താൻ പറ്റും. അതിന് സംഭവിച്ചിരിക്കുന്ന കംപ്ലൈൻറ്റ് ഏതാണെന്ന് നല്ലൊരു ടെക്നീഷ്യന് കണ്ടാൻ പറ്റും. അപ്പോൾ സത്യം പറഞ്ഞാൽ പുള്ളി തമാശയായിട്ടോ കളിയാക്കിയോ ചോദിച്ചതാണെങ്കിലും സത്യത്തിൽ മണം പിടിച്ച് തന്നെയാണ് ഞാൻ നന്നാക്കുന്നത്. എനിക്കിതെല്ലാം ഞാൻ വളരെ ശ്രദ്ധിക്കാറുണ്ട്, ഒരു ചെറിയ ശബ്ദം ശ്രദ്ധിക്കാറുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ നിങ്ങളോടൊരു TV പറഞ്ഞില്ലായിരുന്നോ? TV നമ്മൾ ഡെഡായിട്ടിരിക്കുന്നതാണെങ്കിലും നമ്മൾ തുറന്ന് വെച്ചിട്ട് വേണം നമ്മൾ ഓണാക്കാനെന്ന്. അപ്പോൾ തുറന്ന് വെക്കുമ്പോൾ നമുക്ക് ശബ്ദം കിട്ടും, കാഴ്ച കിട്ടും. അതെവിടെയെങ്കിലും തീയെങ്കിലും കത്തുന്നുണ്ടോ, സ്പാർക്ക് ചെയ്യുന്നുണ്ടോ, പുക വരുന്നുണ്ടോ, മണം ഉണ്ടാകുന്നുണ്ടോ, ചൂടടിക്കുന്നുണ്ടോ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ തുറന്ന് വെച്ചിട്ട് നോക്കുന്നത്. അപ്പോൾ ഒരു സർവീസ് ടെക്നീഷ്യൻ്റെ എല്ലാ ഇന്ദ്രിയങ്ങളും എല്ലാ നേഷവും ഓക്കെ ആയിരിക്കണം.
കാരണം പെട്ടെന്നൊരു ശബ്ദം വരികയോ ഒരു മണം വരികയോ ഒരു ഷോട്ടിങ് ഉണ്ടാവുകയൊക്കെ ചെയ്താൽ പെട്ടെന്ന് നമ്മൾ സെറ്റ് ഊരാൻ നമ്മൾ ഇതായിരിക്കണം. നമ്മൾ കറണ്ടിലുള്ള ഒരു കളിയാണല്ലോ ഇത്. അപ്പം ശ്രദ്ധിച്ചില്ലെങ്കിൽ പ്രശ്നമാണ്. BLCB ഒക്കെ ഉള്ളതിൻ്റെ ഒരു ചെറിയ ധൈര്യത്തിലാണ് കയറി പണിയുന്നത്. അല്ല ഇത് ഈ മറ്റേ പവർ സപ്ലൈയൊക്കെ ഫുള്ളായിട്ട് തുറന്നു വെച്ചിരിക്കുക. 400 വോൾട്ടിൻ്റെ കപ്പാസിറ്ററൊക്കെ തുറന്നായിരിക്കുന്നത്. അറിയാതെ കൈ അവിടെ പോയി മുട്ടുവോ എന്തെങ്കിലും ചെയ്താൽ വലിയ പ്രശ്നമാവും. നല്ല കീറ് കിട്ടും. ജീവിതത്തിൽ മറക്കയില്ലാത്ത ആ ഭാഗം കത്തിപ്പോവും. പിന്നെ കമ്പനിക്കാരെ സംബന്ധിച്ച് അവർക്ക് അതിലൊന്ന് എഴുതി വെച്ചാൽ മതി, ആരും തുറക്കരുത്, ഇതിനകത്ത് കസ്റ്റമർ അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന ആൾക്ക് കസ്റ്റമർക്ക് റിപ്പയർ ചെയ്യാനുള്ള സാധനമൊന്നും ഇതിനകത്തില്ല, റിപ്പയർ ചെയ്യാൻ താല്പര്യമുള്ളവർ സർവീസ് സെൻറ്ററുമായിട്ട് ബന്ധപ്പെടുക, തന്നെ അഴിച്ചു പണിയരുതെന്നൊക്കെ എഴുതി വെച്ച ഒരു കമ്പനിയുടെ പരിപാടി തീർന്നല്ലോ. അപ്പം ഞാൻ അതിൻ്റെ ഫങ്ഷൻസൊക്കെ ഒന്ന് നോക്കുകയാണ്. ഇതുവരെ അത് വർക്കായില്ല. അപ്പം മദർ ബോർഡാണ്. അപ്പം ഞാൻ ഈ മദർ ബോർഡിൻ്റെ അവൈലബിലിറ്റിയെക്കുറിച്ചൊക്കെ അന്വേഷിച്ചപ്പോൾ അങ്ങനെ പുതിയ മദർ ബോർഡൊന്നും കിട്ടാനില്ല, രക്ഷയില്ല എന്ന് പറഞ്ഞു. അപ്പം നമ്മൾ മറ്റേ സെറ്റ് മറ്റേ നമ്മൾ സെറ്റ് ഇങ്ങോട്ടെടുത്ത് ഞാൻ മാറ്റി വെച്ചായിരുന്നു ഇത് അഴിച്ചപ്പോൾ. ആ സെറ്റ് എടുത്തിട്ട് നമുക്ക് അതിൻ്റെ മദർ ബോർഡിൽ കൊണ്ടുപോയി നമുക്ക് കുത്തി നോക്കുന്നു. അങ്ങനെയുള്ള പരിപാടികളെല്ലാം ഞാനിപ്പോൾ കാണിക്കാം. വർക്ക് ചെയ്യുന്ന ഒരു സെറ്റ് ഉള്ളതുകൊണ്ട് വളരെ സൗകര്യമായിരുന്നു ഇത് ശരിയാക്കി എടുക്കാൻ. ഞാനാദ്യം പവർ സപ്ലൈ വെച്ച് നോക്കി. പവർ സപ്ലൈ ഓക്കെയാണ്, എല്ലാ വോൾട്ടേജും ഉണ്ട്. പിന്നെ മദർ ബോർഡിൽ നിന്ന് ഞാൻ നമുക്ക് മെയിനായിട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ ഒരു 3.2 വോൾട്ടുണ്ട്, പിന്നെ ഒരു 12 വോൾട്ടുണ്ട്, പിന്നെ ഒരു 5.2 വോൾട്ടുണ്ട്. പക്ഷേ ഈ 5.2 വോൾട്ട് മിസ്സിങ് ആണെന്ന് ഞാൻ കണ്ടു. പിന്നെ മദർ ബോർഡ് പുതിയത് കിട്ടുകയില്ലാന്ന് തീർപ്പിച്ച് പറഞ്ഞ സ്ഥിതിക്ക് അങ്ങനെ തോറ്റു കൊടുക്കാൻ പറ്റിയല്ലോ. അങ്ങനെ തോറ്റു കൊടുത്താൽ ചരിത്രം എനിക്കില്ല. എങ്ങനെയെങ്കിലും ഞാനത് റിപ്പയർ ചെയ്തെടുക്കും. അതിൻ്റെ ലാഭമാണോ നഷ്ടമാണോ അവസാനം സംഭവിക്കുന്നത് എന്നുള്ളത് മിക്കവാറും നഷ്ടമായിരിക്കും എപ്പോഴും സംഭവിക്കാറ്. കാരണം നമ്മൾ ആ എടുക്കുന്ന സമയം, ആ എഫേർട്ട്, ആ കഷ്ടപ്പാട് അത് വെച്ച് നോക്കുമ്പോൾ കൂലിപ്പണിക്ക് പോയാൽ ചിലപ്പോൾ വൈകുന്നേരം തൊട്ട് വർക്ക് ചെയ്താൽ 1000 രൂപ കിട്ടുമായിരിക്കും. ചിലപ്പോൾ എനിക്ക് 1000 രൂപ പോലും ചിലപ്പോൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ വർക്ക് ചെയ്താൽ കിട്ടാറില്ല. പക്ഷേ അത് ശരിയായി കഴിയുമ്പോൾ, അത് എൻ്റെ കംപ്ലയിൻറ്റ് ഞാൻ കണ്ടുപിടിച്ചത് എനിക്കത് ശരിയായി കഴിയുമ്പോൾ എനിക്കിത് ആർക്കും പറഞ്ഞു കൊടുക്കാനും മടിയില്ല. ഞാൻ ആർക്കും പറഞ്ഞു കൊടുക്കുകയും ചെയ്യും. എനിക്ക് അന്നേരം ഉണ്ടാകുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ, ഒരു യൂറിക്ക, ഒരു കണ്ടുപിടുത്തം, ഒരു സന്തോഷം, ഇത് ആണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ്. അപ്പം നമ്മൾക്ക് കിട്ടിയ ഒരു അറിവ് മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കുന്നതുകൊണ്ട് നമ്മുടെ അറിവൊന്നും കുറഞ്ഞു പോകില്ലെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ചില ആൾക്കാരോടൊക്കെ നമ്മളിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇലക്ട്രോണിക്സൊക്കെ ചോദിക്കും. നമുക്കറിയാൻ മേലാഞ്ഞിട്ടൊന്നും ചോദിക്കുന്നതല്ല. ഞാനൊരു കൊച്ചു കുട്ടിയോട് വരെ ഞാൻ ചോദിക്കാറുണ്ട് ഓരോ ഐഡിയ. ചുമ്മാ അവന് ചിലപ്പോൾ എന്നെക്കാളും ഐഡിയ കാണാം, അവൻ പുതിയ തലമുറയിലുള്ള ആളല്ലേ. അപ്പോൾ അവൻ ഐഡിയ പറഞ്ഞു തരുമ്പോൾ ആ ഐഡിയയിൽ നിന്ന് എനിക്ക് കൊള്ളാമെന്ന് ഞാൻ എടുത്താൽ മതി. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നല്ലോ, പകലാന്ന് പറഞ്ഞാൽ നമ്മൾ പകലാന്ന് സമ്മതിച്ചോളൂ. പക്ഷേ അല്ലെന്നുള്ള കാര്യം നമുക്കറിയാവുന്നതുപോലെ ഇവർ പറയുന്ന കുറേ കംപ്ലയിൻസൊക്കെ ഉണ്ട്. ഇതിൻ്റെയൊക്കെ വലിയ എക്സ്പേർട്ട് ഉസ്താദ് വർഷങ്ങളായിട്ട് ചെയ്യുന്നവരോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇവർ തെറ്റായ ഇൻഫർമേഷനാണ് എല്ലാവരും തരുന്നത്. കാരണം എന്നാ, നമ്മളിതൊന്നും നന്നാക്കി രക്ഷപ്പെട്ടു പോകരുത്. ഒരു കാരണവശാലും നമ്മളിത് നന്നാക്കരുത്. അവർ മാത്രമേ നന്നാക്കാവുള്ളൂ. അവർക്ക് കിട്ടിയ അറിവ്, ആ കഴിവ് വേറൊരാൾക്കും ഷെയർ ചെയ്യാൻ പാടില്ല. അതൊക്കെ വെറും തെറ്റായ ധാരണയാണ്. നമ്മളൊരാൾക്ക് ഒരു അറിവ് കൊടുക്കും തോറും നമുക്ക് അറിവ് കൂടുകയല്ലാതെ കുറയുമൊന്നുമില്ല. ദൈവം നമുക്ക് വേറെ വഴിക്ക് അറിവ് തരും. ഇത് കണ്ടോ, ഇപ്പം ഞാൻ ഏകദേശം ആ ബോർഡ് കൂടെ ഉള്ളതുകൊണ്ട് ഞാൻ കംപ്ലയിൻറ്റിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. കംപ്ലയിൻറ്റ് ഏകദേശം എൻ്റെ കൈപ്പിടിയിലായിരിക്കുന്നു സുഹൃത്തുക്കളെ. കാരണം ഞാൻ കംപ്ലയിൻറ്റ് കണ്ടു, അതൊന്ന് എനിക്ക് കമ്പയർ ചെയ്യാൻ വേറെ ബോർഡ് കൂടെ ഉള്ളതുകൊണ്ട് ഞാൻ പൂർണ്ണമായിട്ടും കമ്പയർ ചെയ്തു. ഞാൻ കംപ്ലയിൻറ്റ് കണ്ടു. അതൊരു ഫ്യൂസ് പോയതാണ്. ഒരു ഫ്യൂസ് പോയെടുത്ത് ഞാനൊരു ഫ്യൂസ് അവിടെ ഇട്ട് ഗം ചെയ്തതാണ് നിങ്ങളിപ്പോൾ കണ്ടത്. എല്ലാം നല്ല കറക്റ്റായിട്ട് ഒരു പ്രശ്നം വരാത്ത രീതിയിൽ ഗം ചെയ്തു. ഞാൻ അവസാനം ആ ബോർഡ് ഞാനിപ്പം മറ്റേ സെറ്റ് ഞാൻ ഇത് ചെയ്തില്ല, ഈ ശരിയായിരുന്ന സെറ്റ് എടുത്ത് വെച്ചോളൂ. അപ്പം ഞാനത് ചെക്ക് ചെയ്തതിന് ശേഷം അവസാനം ഞാൻ ആ ബോർഡിൽ എവിടെയാണ് ഫീസ് കിടക്കുന്നതെന്നും, അത് മാത്രമല്ല അതിൽ 3-4 ഫീസുണ്ട്. 3 ഫീസ് വേറെ സൈഡിലുണ്ട്,
എങ്ങനെയാണ് ഫ്യൂസ് ഇരിക്കുന്നതെന്നും അതിൻ്റെ ആ നിറവും മണവും രീതിയൊക്കെ ഒന്ന് കാണിച്ചു തരാം. സാധാരണ നമ്മുടെ മറ്റേ ഫ്യൂസ് പോലെയൊന്നും അല്ലല്ലോ ഇപ്പോൾ SMD ബോർഡിൽ വരുന്ന ഫ്യൂസുകൾ. വളരെ മൊട്ട് പോലെയുള്ള ഫ്യൂസൊക്കെ ഉണ്ട്. അപ്പം എന്നാണ് നമ്മൾ ഫ്യൂസ് ഇട്ടിട്ട് ഓണാക്കി നോക്കാൻ പോവാണ്. നമ്മൾ ചെയ്ത സംഭവം സക്സസ് ആയെങ്കിൽ ഡിസ്പ്ലേ ബോർഡ് തെളിയണം. ഞാൻ മറ്റേ ഡിസ്പ്ലേ വലിച്ചു പറിക്കാതെ ഈ നമ്മൾ അഴിച്ചിട്ടിരുന്ന സെറ്റിൻ്റെ ഡിസ്പ്ലേ ആണ് ഒരു ഇതിലോട്ട് കുത്തി നോക്കുന്നത്, സൗകര്യത്തിന്. അങ്ങനെ എളുപ്പമുണ്ടല്ലോ. അപ്പോൾ ബോർഡൊക്കെ ഒന്ന് സ്ക്രൂ ചെയ്ത് നമ്മൾ ഡിസ്പ്ലേ ബോർഡ് ഫിറ്റ് ചെയ്യാൻ പോകുന്ന രംഗമാണ് ഇപ്പോൾ കാണുന്നത്. എല്ലാം ഞാൻ ഡീറ്റെയിൽഡായിട്ടും കാണിച്ചേക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ആരെങ്കിലുമൊക്കെ സർവീസ് ചെയ്യാൻ താല്പര്യമുള്ളവരും ചെയ്യുന്നവർക്കൊക്കെ എന്തെങ്കിലും ഗുണം കിട്ടിയാൽ കിട്ടിക്കോട്ടെ എന്ന് പറഞ്ഞ് ഞാൻ ചെയ്യുന്നുള്ളതേ ഉള്ളൂ. അതിനകത്ത് മറ്റേ പലയിടത്തുമൊക്കെ നോർത്ത് ഇന്ത്യക്കാരൊക്കെ ചുമ്മാ കള്ളം പറഞ്ഞുള്ള സർവീസുണ്ട്. അതുകൂട്ട് സർവീസ് എനിക്കിഷ്ടമല്ല. നമുക്കൊരാൾക്കൊരു അറിവ് പറഞ്ഞു കൊടുക്കുന്നുണ്ടെങ്കിൽ അയാൾക്ക് ആ ഗുണം കിട്ടണമെന്ന് എനിക്ക് വളരെ 100% ആത്മാർത്ഥതയുണ്ട്. ഞാൻ ആത്മാർത്ഥമായിട്ട് പെരുമാറിയാലേ ദൈവം എന്നോട് ആത്മാർത്ഥമായിട്ട് പെരുമാറുള്ളൂ. അപ്പോൾ സ്ട്രിപ്പുകളെല്ലാം നോക്കി കുത്തുകയാണ്. ഈ സ്ട്രിപ്പുകളുടെ ഒരു ഏറ്റവും വലിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ വർഷങ്ങളായ സെറ്റാണല്ലോ ഇതൊക്കെ. നമ്മൾ സ്ട്രിപ്പ് അഴിക്കുമ്പോൾ ഇതിൻ്റെ ബ്ലൂ കളറിൽ ഇതിൻ്റെ ബലത്തിന് വേണ്ടിയിട്ടൊരു പേപ്പറുണ്ട്. ആ പേപ്പറെ കുത്തിയാണ് നമ്മൾ കുത്തുന്നത്. അത് ഇളകി പോവുക എന്നുള്ളത് സർവ്വസാധാരണമായ പ്രശ്നമാണ്. അത് ഇളകിപ്പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ആ പ്ലാസ്റ്റിക് വെള്ളയിലോട്ടുള്ളതാണ് വിട്ടും കൂടെ പോകുന്നുണ്ടെങ്കിൽ പിന്നെ ആ സ്ട്രിപ്പ് വേറെ അടുത്ത് അന്വേഷിച്ച് നടക്കേണ്ട ഗതികേട് വരും. അങ്ങനെ ഒരു പ്രശ്നമുണ്ട് ഈ സ്ട്രിപ്പിന്. കുറച്ച് കഴിയുമ്പോൾ ഈ സ്ട്രിപ്പുകളെല്ലാം കംപ്ലൈൻ്റ് ആകുന്നുണ്ട്. എന്നാലും ഈ സെറ്റപ്പിനെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഈ പക്ഷേ ആ നൈസായിട്ടുള്ള ആ കുഞ്ഞ് സ്ട്രിപ്പ് ഒഴിവാക്കിയിട്ടുണ്ട്. കൂടുതലും ലെൻസിലേക്ക് പോകുന്നത് മാത്രമേ അത് കൂട്ട് സ്ട്രിപ്പുള്ളൂ. കൂടുതലും സാധാരണ ടൈപ്പ് സ്ട്രിപ്പാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അതൊക്കെ ഒരു ഇച്ചിരി വർക്കത്തായിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് ഇപ്പോൾ ഒരു കംപ്ലൈൻറ്റ്, ഇപ്പോൾ ഈ കിട്ടിയ ഈ കംപ്ലൈൻറ്റ് ചിലപ്പോൾ നമുക്ക് ജീവിതത്തിൽ ഇനി കിട്ടണമെന്നില്ല. ഈ എന്നെക്കാളും കൂടുതൽ സെറ്റ് ചെയ്തിട്ടുള്ള ഒരാൾക്ക് കിട്ടണമെന്നില്ല. അതൊക്കെ ഒരു ദൈവാനുഗ്രഹവും ഭാഗ്യമാണ് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കിട്ടുക എന്നുള്ളത്. അത് നമ്മൾ കുത്തി ഓണാക്കി സാധനം അടിപൊളി. അവിടെ എൻ്റെ നാച്ചുറലായിട്ടുള്ള എൻ്റെ സൗണ്ട് കേൾപ്പിക്കുക. ഇപ്പോൾ ഞാൻ വോയിസ് ഓവറാണ് ചെയ്യുന്നത്. അവിടെ ഉണ്ടായ സൗണ്ട് ഞാൻ വേണമെന്ന് കേൾപ്പിക്കുക. ഓണായപ്പോൾ എനിക്ക് കിട്ടിയ കളി എൻ്റെ അടുത്ത കളി എൻ്റെ അടുത്ത. ഇനിയിപ്പോൾ നമുക്ക് ഈ സെറ്റ് ഫിനിഷ് ചെയ്യാൻ പോവാണോ. അപ്പോൾ അതിൻ്റെ സ്വിച്ചുകളെല്ലാം നമുക്ക് അഴിച്ചു വെച്ച് കളഞ്ഞിരിക്കുകയാണല്ലോ. പുതിയ സ്വിച്ചുകളെല്ലാം അതിന് മാറണം. വെള്ള സ്വിച്ചുകളാണ് ഇതേ കിടന്നത്. ഞാൻ കറുത്ത സ്വിച്ചുകളാണ് ഇടാൻ പോകുന്നത്. അത് കാര്യമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ സെയിം ഒറിജിനൽ. ഇപ്പോൾ വരുന്നതെല്ലാം ബ്ലാക്ക് സ്വിച്ചാണ്. പഴയതെല്ലാം വൈറ്റ് ആയിരുന്നു. ഇതാണ് വൈറ്റ് സ്വിച്ചാണ് പഴയത്. അപ്പോൾ നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത് ബ്ലാക്ക് സ്വിച്ചാണ്. മുഴുവൻ സ്വിച്ചുകളും നമ്മളിട്ട് സെറ്റാക്കി. പിന്നെ പവറിൻ്റെ സ്വിച്ച് കൊണ്ട് ഇപ്പറേ അതുമെല്ലാം സെറ്റാക്കി കഴിഞ്ഞാൽ ആ സെറ്റിൻ്റെ വർക്ക് തീരും. ഇനിയിപ്പം മറ്റേ നമ്മൾ ആ ബോർഡ് ശരിയാക്കിയ സെറ്റ് ഉണ്ടല്ലോ, അതിൻ്റെ കൂടെ ഞാൻ അവസാനം അതും കൂടെ കാണിച്ച് അതുകൂടെ പാക്ക് ചെയ്യുന്നത് കാണിച്ചിട്ട് ഞാൻ വീഡിയോ നിർത്തുള്ളൂ. അപ്പോൾ ഏത് റെസിസ്റ്റൻസ് ആണ് പോയത്, അല്ല ഏത് ഫ്യൂസിബിളാണ് പോയതെന്നുള്ളത് ഞാൻ കറക്റ്റ് കൃത്യമായിട്ട് അതെ കാണിക്കാം. നിങ്ങൾക്ക് നാളെ ഇങ്ങനെയൊക്കെയുള്ള കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. പിന്നെ IC പോവുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂടുതലായിട്ടൊക്കെ പറ്റിക്കഴിഞ്ഞാൽ ബോർഡ് തന്നെ ഫുള്ളായിട്ട് മാറ്റേണ്ടി വരും. പക്ഷേ എന്നാലും നമുക്ക് ബോർഡ് മാറ്റണമെന്ന് ചാടിക്കയറി ബോർഡ് പോയതാണെന്ന് പറയുന്നതിന് മുമ്പ് ഇങ്ങനെയുള്ള ചെറിയ കുറച്ച് നിസ്സാര കാര്യങ്ങൾ നമുക്ക് നോക്കണം. കമ്പനി അതിനാണല്ലോ അങ്ങനെയൊക്കെ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കൊരു സപ്പോർട്ട് ചെയ്യാനൊരു വേറൊരു സെറ്റും കൂടെ ഉള്ളപ്പം പിന്നെ വേറെ ഒന്നും നോക്കേണ്ട കാര്യമില്ല. നോക്കി നോക്കുക. അതിൻ്റെ ഹൈറ്റും ഇതെല്ലാം കറക്റ്റായിട്ടുള്ള സ്വിച്ച് വേണം, അല്ലെങ്കിൽ അതിൻ്റെ അകലമെല്ലാം പ്രശ്നമാവും. സ്വിച്ച് കംപ്ലീറ്റ് നമ്മൾ മാറ്റുകയാണ്. 6-7 സ്വിച്ച് ഉണ്ടെന്ന് തോന്നുന്നു. പിന്നെ ഇപ്പോഴത്തെ പവർ സപ്ലൈയുടെ സ്വിച്ചും ഉണ്ട്, അത് മസ്റ്റായിട്ട് മാറ്റണം. അത് ഡയറക്റ്റ് എർത്ത് ചെയ്ത് PC ഒറ്റ ലൈനേ വരുന്നുള്ളൂ. ആ ബോഡിയെ കൊണ്ട് എർത്ത് ചെയ്ത് വിട്ടിരിക്കുകയാണ്. അതാണ് അതിൻ്റെ പരിപാടി. ഇത് 1 2 3 4 5 6 7 8 സ്വിച്ച്. 8 സ്വിച്ച് മാറി കാലുകൾ കട്ടിക്കാൻ പോവാണ്. താവട്ടിട്ടേക്കാം. പിന്നെ മേശ കിടക്കാം, അടിച്ച് കളയുമ്പോൾ പോകും.
8 സ്വിച്ചും അങ്ങനെ 8 സ്വിച്ചും മാറി. ഇനി ബോർഡിനടിയിൽ ഈ റെഗുലേറ്റർ കംപ്ലൈൻ്റ് ഉണ്ടായിരുന്നു, അതിനും മാറ്റി. പിന്നെ ഇനി നമുക്ക് ഒരു പാത്ത് ഇവിടെ ഇരിപ്പുണ്ട്, ഒരു പവർ സ്വിച്ച്. ഇവൻ സെപ്പറേറ്റ് ലൈനാണേ, ബോഡി ആയിട്ട് സ്വിച്ചിങ് ആണേ. ഇവനെ അങ്ങനെ അങ്ങ് വിടാൻ പറ്റില്ല, അവനെയും കൂടെ നമുക്ക് മാറണം. മാറിയില്ലെങ്കിൽ കുഴപ്പമാവും. അവനിവിടെ ഒറ്റയ്ക്കിരിക്കുകയാണ്, അതിൻ്റെ പിന്നെ കൂടി അവനെ ഇങ്ങനെ കിട്ടും. അപ്പോൾ വെള്ള സ്വിച്ചുകളെ മുഴുവൻ ഞാൻ കറുത്ത സ്വിച്ചാക്കി മാറ്റി. പഴയ ലഡ് നമ്മളെടുത്ത് കളഞ്ഞു, പുതിയ സ്വിച്ച് നമ്മൾ ചുരണ്ടിയെടുത്ത് വെച്ചു. ഇനി അവനെ ഫ്ലക്സ് ലഡ് അടുത്ത്. ഓക്കെ, ഒന്നും ഒഴിക്കാൻ പറ്റില്ല. തിന്നറൊക്കെ കൈകാര്യം ചെയ്യുമ്പോൾ വളരെ സൂക്ഷിക്കണം. അതുപോലെ ഇരിക്കുന്ന ഫ്ലക്സ് മാത്രമേ പോവുള്ളൂ. ബോർഡിൽ വേറെ എവിടെ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അതെല്ലാം കളർ ചേഞ്ച് ആവും. അത് നല്ല കൂടിയ 100-300 രൂപ 200 രൂപ വിലയുള്ള ഷെർലാക്കിൻ്റെ സ്പ്രേ പെയിൻറ്റിന് അടിക്കുന്ന സാധനം എടുക്കാവുള്ളൂ, അല്ലെ എല്ലാം ദ്രവിച്ചു പോകും. ലാഭം നോക്കി സർവീസ് ചെയ്യാൻ പറ്റില്ല. നല്ല സർവീസിന് നല്ല കാശാവും.
ഇത് NFC എന്ന് പറഞ്ഞ ഒരു കണക്ഷനാണ് കൊടുക്കുകയാണ്. NFC ബ്ലൂടൂത്ത് ഡിസ്പ്ലേ. ബ്ലൂടൂത്തിൻ്റെ കണക്ഷൻ കൊടുത്തു. ഇനി നമുക്കൊന്ന് ഓണാക്കി നോക്കാം. ഓക്കെ, കണക്ഷൻ വന്നു. പിന്നെ ഇതല്ലേ, കുഴപ്പമില്ല. അടയ്ക്കുന്നതിന് മുമ്പ് ഹോം, ഇതിനകത്ത് സ്റ്റോപ്പ്, വോളിയം, രണ്ടാമത്തെ കട്ട പ്ലേ. കൗണ്ട് ചെയ്യാൻ തുടങ്ങി. ഇനി പാക്ക് ചെയ്യാം. ഓക്കെ, NFC-യുടെ സാധനം ഇവിടെ ഒരു സാധനമുണ്ട്. ഇത് കണ്ടോ, NFC-യുടെ ഇതിലേക്ക് കയറ്റി അങ്ങ് വെക്കുവാണ്. അത് ഇതിപ്പോൾ അടച്ചു കഴിഞ്ഞിട്ട് അതിലേക്ക് കയറ്റി വെക്കാം. ഓക്കെ, സ്വിച്ചെല്ലാം വർക്കിങ്ങാണ്. സ്വിച്ച് നമ്മൾ മാറ്റുമ്പോൾ ഒരു ചെറിയ പേടിയുണ്ട്, ഇത് വർക്കാവുമോ. ഇപ്പോൾ ഇല്ല. ഡിസ്പ്ലേ വെച്ചില്ല. ഈ സ്വിച്ച് ഒരു ഇച്ചിരി അകത്തേക്ക് സ്വിച്ചിന് കട്ട ഇച്ചിരി കുറവുള്ളതുകൊണ്ട് ഒന്ന് ഞങ്ങണ്ടി വരുമെന്നുള്ളൂ. പക്ഷേ ഇതിനകത്തും ഇതും വരികയില്ല, കറക്റ്റാണ്. പിന്നെ എല്ലാം റിമോട്ടിലാണ് ചെയ്യുന്നത്, അതുകൊണ്ട് പിന്നെ പ്രശ്നമില്ല. ഇവിടെ ഒരു പാത്രമുണ്ട്, പാത്രം ഇങ്ങോട്ട് കാണിച്ച്. ആ പാത്രത്തിനാണ് NFC വെക്കുന്നത്. ഇവിടെ ഒന്ന് കാണിച്ച്, NFC. ആണ് അത് കയറ്റുന്നത്. ആ വെട്ടിനകത്ത് കയറ്റിയാൽ NFC വരും. ഈ ബ്ലൂടൂത്തിന് പകരമുള്ള സോണിയുടെ ഒരു കണ്ടുപിടുത്തമാണ് NFC. അപ്പം എല്ലാം കഴിഞ്ഞു, ഫ്രണ്ട് ചെയ്തു. ഇനി നമുക്ക് ഫ്രണ്ടിൻ്റെ ഇതിടണം. അതിൻ്റെ ഒരു പ്ലാസ്റ്റിക് ഉണ്ട്, അതിലിരുന്ന് കാണിച്ചു തരാം. നമ്മൾ ഹലോ കഴിഞ്ഞ് കഴിയുമ്പോൾ ഇത് ഓഫാവും. ഓഫായി കഴിയുമ്പോൾ നമ്മൾ പവർ ഓൺ ചെയ്തിട്ട് ഇജക്റ്റ് അടിച്ചാൽ മതി. ഇപ്പോൾ ഒരു ഫങ്ഷൻ നടക്കത്തില്ല, ഇപ്പോൾ എല്ലാം ഇതായിക്കൊണ്ടിരിക്കുക. ഓണായി. അത് ഒന്നുകൂടെ ഞെക്കൊണ്ട് സ്റ്റാൻഡ് ബൈ കാണിച്ച് 2 പ്രാവശ്യം ഞെക്കി. അതാണ് കുഴപ്പം. ചെറിയ മണ്ടത്തിലും കാണിച്ച് ഓണായിട്ടുണ്ട്. ഇനി ഓൺ ചെയ്യണം. ജെക്റ്റ് ഓപ്പൺ അടിച്ചു കഴിഞ്ഞാൽ ജെക്റ്റ് ആവും.
വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇതെടുത്തിട്ട് ഇതാരയിക്കള ഇവൻ അല്ല ഓക്കെ കവറിടാം ഇതിൻ്റെ കവർ കൈക്കാരനായ അരമനയിൽ നയിച്ച കൊച്ചത്തെയും കെട്ടു നടത്താൻ അങ്ങനെ വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ട് നമ്മൾ ഫുൾ സ്ക്രൂ ഇടുകയാണ്. അപ്പോൾ ആ സെറ്റ് റെഡിയായി. ഇനി അടുത്ത സെറ്റും കൂടെ ഉണ്ട്. പിന്നെ മദർ ബോർഡിൽ ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞല്ലോ, അതിലൊരു 3-4 ഫ്യൂസിബിൾ റെസിസ്റ്റൻസ് ഉണ്ട്, ഫ്യൂസിബിൾസ് ഉണ്ട്. ഫ്യൂസും തന്നെ വേണേൽ പറയാം, റെസ്റ്റോറൻ്റ് രീതിയിലിരിക്കുന്ന ഫ്യൂസാണ്. മറ്റേ നമ്മുടെ ഫ്യൂസ് പോലെയല്ല, ചെറിയ മാറ്റങ്ങളുണ്ട്. അപ്പോൾ അതിനകത്ത് ഒരെണ്ണമായിരുന്നു മറ്റേ ആ സെറ്റിൻ്റെ പോയത്.
ഇത് നമ്മൾ സ്വിച്ചും ബോർഡിലെ റെഗുലേറ്ററും ഇതെല്ലാം കൂടെ ആയിട്ട് ഈ സെറ്റിന് വന്നു. ഇപ്പോൾ 2 സെറ്റും തന്നെ നമ്മുടെ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത് നമ്മളിനി റെഡിയാക്കി കയറ്റി വെച്ചിട്ട് നമുക്കതിൻ്റെ വീഡിയോ അവസാനിപ്പിക്കാം. അപ്പോൾ ഈ സെറ്റ് ഫിനിഷ് ആകുവാണ്. അപ്പം ഇതിൻ്റെ ഫിനിഷിങ് കഴിഞ്ഞ് മറ്റേതിൻ്റെ ബോർഡ് എടുത്ത് ഫിറ്റ് ചെയ്യുന്നത് കാണിക്കാം. അങ്ങനെ നമ്മൾ വീഡിയോ ഇതാവുള്ളൂ. അപ്പോൾ മദർ ബോർഡിൻ്റെ അതിൻ്റെ കണക്ഷനും കാര്യങ്ങളെല്ലാം ഒന്നുകൂടെ ഒന്ന് കാണിക്കാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഈസി ആയിട്ട് മനസ്സിലാവും. ഈ സെറ്റിനെ കുറച്ചും കൂടെ നിങ്ങൾക്ക് പരിചയപ്പെടാൻ പറ്റും. സെറ്റ് വീഡിയോ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ സ്ക്രൂ മുറുക്കുമ്പോഴും ഫോൺ പറപ്പിക്കുന്ന രംഗമൊക്കെയാണ്. രസമുണ്ട്. നല്ല രസമുള്ളൊരു പടമാണിത്. കുട്ടനാടൻ മാർപ്പാപ്പ എന്ന് പറഞ്ഞാൽ നല്ല ഫുൾ കോമഡിയാണ്. കോപ്പിറൈറ്റ് അടിക്കുമെന്ന് അറിയത്തില്ല, അതുകൊണ്ടാണ് ഓഡിയോ അധികം ഇടാത്ത. ഇനി വീഡിയോ കയറി അടിക്കുമെന്ന് അറിയത്തില്ല. എനിവേ എന്താണേലും സെറ്റ് ഫിനിഷായി. അതിൻ്റെ ഫങ്ഷനെല്ലാം ഓക്കെ ആയി. ഇനി നമുക്ക് ബ്ലൂടൂത്തും പെൻഡ്രൈവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊന്നുകൂടെ ഒന്ന് നോക്കാനുണ്ട്. അപ്പോൾ ഈ സെറ്റിൻ്റെ ഫൈനൽ സ്ക്രൂവും ജിൻസി മുറുക്കി കഴിഞ്ഞു. ഇനി ഒരു കാരണവശാലും ഇനി അത് തുറക്കാൻ പറ്റത്തില്ല. ഫൈനൽ സ്ക്രൂ അതിൻ്റെ അവസാനത്തെ ആണിയും വെക്കുന്ന രംഗമാണ്. അത് അടിയിൽ നിന്നാണ് ഇതിൻ്റെ ആണി. സാധാരണ സെറ്റുകൾക്ക് അടിയിൽ നിന്നാണ് ഇല്ല. ഇത് പ്രത്യേക ഡിസൈൻ ചെയ്തപ്പോൾ വന്നതാണ്. ഇത് നമ്മുടെ ആദ്യത്തെ സെറ്റ്, ഫസ്റ്റ് സെറ്റ്. ഇന്നലെ റെഡിയാക്കി വെച്ചിട്ട് പോയതാണ്. അത് നമുക്ക് രാവിലെ ഒന്ന് നോക്കാം അവനെങ്ങനെ ആവുമെന്ന്. ഹലോ വന്നു. ഇത് കെട്ട് കഴിഞ്ഞിട്ടാണ് ഇതിൻ്റെ പവർ ഓൺ ആക്കുന്നത്. പവർ ഓൺ ആക്കാം. ഇത് ആദ്യം ഹലോ കെട്ടട്ടെ. ഹലോ കുറച്ച് നേരം ഉണ്ട്. അതായത് ഇതൊരു ബ്ലൂറേ പ്ലെയർ ആയതുകൊണ്ട് ഇതിൻ്റെ ലോഡിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. കാരണം ഇത് ജാവയിൽ വർക്ക് ചെയ്യുന്ന, പവർഫുള്ളായ ജാവയിൽ വർക്ക് ചെയ്യുന്ന സെറ്റാണ്. സിമ്പിളാണ്, പക്ഷേ പവർഫുള്ളാണ്. ഇനിയിപ്പോൾ പവർ ഓൺ ചെയ്താൽ മതി. പവർ ഓൺ ചെയ്തു. ഇത് DVD എന്ന് വന്നു, CD DVD. അപ്പോൾ നമുക്ക് പ്ലേ അടിക്കാം. പ്ലേ അടിച്ച് കഴിയുമ്പോൾ അത് വർക്കാവും. അപ്പോൾ അത് സെറ്റ് റെഡിയാണ്. ഇനിയിപ്പോൾ ഈ സെറ്റിൻ്റെ ബ്ലൂടൂത്തും പെൻഡ്രൈവും കൂടെ നോക്കിയാൽ സെറ്റ് നമുക്ക് ഡെലിവറി ചെയ്യാം. അത് നമുക്ക് പെൻഡ്രൈവ് ഒന്ന് നോക്കാം. DVD അത് അത്രയൊക്കെ കേട്ടാൽ മതി, അല്ലേ കുഴപ്പമില്ല. എൻ്റെ ബ്ലൂടൂത്തൊക്കെ അവർ നല്ല കവറൊക്കെ ഇട്ടാണ് വെച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം. പെൻഡ്രൈവ് കുത്തി. ഇനി അത് ഫങ്ഷൻ DVD മാറ്റി USB ആയി. USB വന്നു. അവിടെ കാണിച്ചാൽ മതി. സെലക്ഷൻ വന്നു. USB സ്റ്റോറേജ് മീഡിയ. മോഹൻലാൽ അക്കരെ അമ്മ, മോഹൻലാലിൻ്റെ പാട്ട് തന്നെ പറഞ്ഞിട്ടേക്കാം. ബ്ലൂടൂത്താണ് ഇനി നോക്കേണ്ടത്. എൻ്റെ മൊബൈലിഞ്ഞെടുത്ത് USB FM. ഇനി ബ്ലൂടൂത്ത്, FM വർക്കിങ്, എല്ലാം വർക്കിങ് ആയി. ഇനി ബ്ലൂടൂത്ത് ഓണ്. ബ്ലൂടൂത്ത് റെഡി എന്നിവിടെ എഴുതി കിടപ്പുണ്ട്. ബ്ലൂറേ ഹോം തിയേറ്റർ സെലക്ഷൻ ആയില്ലേ? ആയി. ഫോണ് വേട്ടായി. എന്താണ് കാണിക്കുന്നത്? മതി. ഇനി പാട്ടിട്ടാൽ മതി. പാട്ടിട്ടുണ്ടോ? നമ്മുടെ വീഡിയോ തന്നെ എടുക്കാം. ഈ ബന്ധങ്ങൾ എന്നൊക്കെ പറയുന്നത് അച്ഛനമ്മമാർ ജീവിച്ചിരിക്കുന്നത് വരെയുള്ളൂ. നല്ല നാടൻ സംസ്കാരത്തിലും അച്ചടക്കത്തിലും വളർന്ന എനിക്ക് ഇവരെ പോലെ ദുശീലങ്ങളൊന്നും തന്നെ ഇല്ല.
എല്ലാം ഓക്കെ. അപ്പോൾ DVD ബ്ലൂറേയും ഒക്കെയാണ്, പെൻഡ്രൈവ് ഒക്കെയാണ്, FM റേഡിയോ ഒക്കെയാണ്, ബ്ലൂടൂത്ത് ഒക്കെയാണ്. അപ്പോൾ ഇതിൻ്റെ പരിപാടി നിർത്തി. ഇതിപ്പോൾ വർക്ക് ചെയ്തിടുവാണ്. വോളിയം കേൾപ്പിച്ച് നമുക്ക് അടുത്ത സെറ്റിൻ്റെ പണിയിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ സെറ്റ് നമ്മൾ ഒരു കാര്യം നിങ്ങളെ കാണിച്ചു തരാമെന്ന് പറഞ്ഞു. ഇനി വാ കാണിച്ചു കൊടുക്കട്ടെ. ഈ മദർ ബോർഡിനകത്ത് ഒരു ചെറിയ സ്ക്രൂ ഡ്രൈവറോ എല്ലാം കാണിച്ച് എനിക്ക് പോയിന്റ് ഇത് മതി. ഇപ്പം നമ്മുടെ സെറ്റിൻ്റെ ഫ്യൂസ് ഇതുണ്ട്. F802 ഫ്യൂസ് ഉണ്ട്. പിന്നെ ഇത് കണ്ടോ F202, F102, F802 3 പീസുണ്ട് ഇവിടെ. F203 ഉണ്ട്. 203, 202, 102. ഇതുണ്ട് ഒരു ഫ്യൂസ്. ഇത് ഫ്യൂസ് നമ്പർ 1, ഫ്യൂസ് നമ്പർ 2, ഫ്യൂസ് നമ്പർ 3. ഇത് കൂടാതെ ഫ്യൂസ് നമ്പർ 4. നമുക്ക് ഈ ഫ്യൂസാണ് നമ്മുടെ അത് പോയിരുന്നത്. ഇത് F802 ആണ് നമ്മുടെ പോയിരുന്നത്. അപ്പോൾ 3 ഫ്യൂസുകളും കൂടെ ഉണ്ട്. 102 അങ്ങനെ 3 ഫ്യൂസുണ്ട്. F202, F203 3 ഫ്യൂസാണ് അവിടെ ഉള്ളത് ഈ ബോർഡിൽ. അപ്പോൾ ഈ ബോർഡൊക്കെ കൊള്ളുകയില്ലാന്ന് പറഞ്ഞെടുത്തൊക്കെ കളയുന്നതിന് മുമ്പ് അങ്ങനെ ഫ്യൂസും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കുന്നത് നല്ലതാണ്. അപ്പോൾ നമ്മളിത് ഫ്യൂസൊക്കെ ഇട്ട് ഓക്കെ ആക്കിയിരിക്കുകയാണ്. ഈ ബോർഡ് നമുക്ക് ഡിസ്പ്ലേ തെളിയുമോ എന്ന് നമുക്ക് കണക്ട് ചെയ്ത് നോക്കാം. മെക്കാനിസം ഇച്ചിരി പൊക്കിയെങ്കിൽ മാത്രമേ ഫിറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഡ്രൈവർ എടുത്തോ. എല്ലാ സ്ക്രൂകളും ഇടുവാണ്. നമ്മുടെ ഇതിൻ്റെ സ്ക്രൂ, ട്രേയുടെ സ്ക്രൂ എന്നാണേലും ദൈവം അനുഗ്രഹിച്ച് അതൊക്കെ നമുക്ക് ഇതൊന്നും പൊളിച്ചു മാറ്റാതെ അഴിച്ചെടുക്കാനുള്ള ഒരു മര്യാദ സ്പേസുമൊക്കെ കമ്പനി ഇട്ടിട്ടുണ്ട്. ഇത്രയും ഭീകരമായ ഡിസൈൻ ചെയ്യുമ്പം ബുദ്ധിമുട്ടുകളുണ്ടാകാറ്. ഡിസൈൻ ചെയ്ത് സിമ്പിളായിട്ടാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. കുറ്റമൊന്നും പറയാനില്ല. ഇത് എന്നിട്ട് സിമ്പിളായിട്ട് ചെയ്തിട്ടുണ്ട്. ഈ എല്ലാ സോക്കറ്റുകളും കണക്ട് ചെയ്യുവാണ്. കുറേ സ്ട്രിപ്പുകളുണ്ട്. എല്ലാം നമ്മൾ കണക്ട് ചെയ്യുവാണ്. നമുക്ക് ഈസി ആയിട്ട് പിടിച്ച് ചെയ്യാനായി ബ്ലൂ ചെയ്തിരിക്കുന്നത്. ലോക്ക് ചെയ്യാനും കൂടാണ്, പക്ഷെ നമുക്കിത് ഈസി ആയിട്ട് അതേ വെച്ച് നമുക്ക് തെറ്റായി കയറ്റി വെച്ച് ചെയ്യാൻ പറ്റും. ഇപ്പോൾ എല്ലാ പിന്നുകളും ഞാൻ കൊടുത്തു. ആംപ്ലിഫയർ ഒഴിച്ചെല്ലാം കൊടുത്തു. ആംപ്ലിഫയറിൻ്റെ സപ്ലൈ ഞാനിപ്പോൾ കൊടുത്തില്ല. നമുക്ക് ഏറ്റവും അവസാനം കൊടുത്താൽ മതി. നമുക്ക് ഓണായി കണ്ടതിന് ശേഷം ഹലോ വന്നു. ഇത് നമ്മൾ ഡിസ്പ്ലേ വർക്ക് ചെയ്യാത്ത സെറ്റായിരുന്നു. അതെ വന്നിട്ടുണ്ട്. ഡിസ്പ്ലേ ഒരു സാധനം തന്നെ കാര്യമായ കാര്യങ്ങളൊന്നും ഫ്രണ്ടിലില്ല. എല്ലാം മദർ ബോർഡിൽ നിന്നാണ്. ഡെഡായിരുന്നു. ഒന്നും ഓണാകാത്ത സെറ്റായിരുന്നു.
ഹലോ കുറച്ച് നേരം കഴിഞ്ഞ് അത് ഓഫാവുള്ളൂ. ഓഫായി കഴിഞ്ഞിട്ടാണ് നമ്മളിത് ഓൺ ചെയ്യുന്നത്. മറ്റേ സെറ്റിൽ നിങ്ങൾ കണ്ടില്ല, അതുപോലെ തന്നെയാണ് ഇതിൻ്റെ. ബ്ലൂടൂത്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ സെറ്റ് ഓക്കെയാണ്. ഇനിയിപ്പോൾ ഇതും കൂടെ പ്ലേ ചെയ്തും പാട്ട് മേടിച്ച് നിങ്ങളെ വെറുപ്പിക്കേണ്ട കാര്യമില്ലല്ലോ. സെയിം സെറ്റ് തന്നെ, ബ്ലൂടൂത്ത് FM എല്ലാം ഉണ്ട്. പാക്ക് ചെയ്യാം. ഇതാണ് സെറ്റ്. അപ്പോൾ 2 സെറ്റുകളും എന്നെ കൂടെ കൂട്ടി ഇത് വീഡിയോ എടുത്തോളൂ. അത് ബ്ലൂടൂത്തിൽ കിടക്കുക. ബ്ലൂടൂത്ത് ഇത് ഹലോ. അപ്പോൾ നമ്മളെ ബ്ലൂറേ പ്ലെയർ ഒരെണ്ണം നന്നാക്കാൻ തുടങ്ങിയിട്ട് 2 നന്നാക്കി നമ്മൾ പരിപാടി നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും വളരെ നന്ദി, നമസ്കാരം. എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ വരുത്തണമെങ്കിൽ പറയുക. കുറേ സെറ്റുകളും കൂടി ചെയ്യാൻ ഇരിപ്പുണ്ട്. അടുത്ത വീഡിയോസ് ഉടനെ തരാം. ഞങ്ങൾക്ക് ട്രാവലിംഗ് ഒന്നും ഇവിടെ പോകാൻ പറ്റുന്നില്ല, തിരക്ക് കാരണമാണ്, വർക്ക് കൂടുതലായതുകൊണ്ടാണ്. പിന്നെ എന്നും ഉച്ച കഴിഞ്ഞ് ഇടിയും മഴയാണ്, പുറത്തും പോകാൻ മേലാത്ത അവസ്ഥ. ഇപ്പം തന്നെ ഇടി വെട്ടാൻ തുടങ്ങിക്കഴിഞ്ഞു, മുമ്പോട്ട് പോകാൻ മേലാത്ത അവസ്ഥയാണ്. അപ്പോൾ താങ്ക് യു, വീണ്ടും കാണാം.